മുടി കൊഴിച്ചിൽ അഥവാ കഷണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ആൻഡ്രോജനിക് അലോപേഷ്യ ആൻഡ് നോൺ ആൻഡ്രോജനിക് അലോപേഷ്യ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറഞ്ഞിരുന്നാൽ ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസ് മൂലം ഉണ്ടാകുന്ന അലോപേഷ്യ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും. ആൻഡ്രോജനിക് അലോപേഷ്യ പിന്നെയും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അല്ലെങ്കിൽ ആൻഡ്രോജനിക് അലോപേഷ്യ പാറ്റേൺഡ് അലോപേഷ്യ എന്ന് പറയും. അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. മെയിൽ പാറ്റേൺ അലോപേഷ്യ ആൻഡ് ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയും. മെയിൽ പാറ്റേൺ അലോപേഷ്യയിൽ നമുക്കറിയാം, സാധാരണ പുരുഷ ഹോർമോണുകളുടെ എക്സസ് മൂലം ഉണ്ടാകുന്ന അലോപേഷ്യയാണ് മെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ നെറ്റിയുടെ മുൻഭാഗത്ത് മുടി പുറകിലോട്ട് വലിഞ്ഞു കയറുന്നതും തലയുടെ ഉച്ചി ഭാഗത്ത് മുടി കഷണ്ടിയാകുന്നതൊക്കെ കാണാറുണ്ട്. ഇതിൽ സാധാരണയായി നമ്മുടെ മുടിയെ നമ്മൾ ടെർമിനൽ ഹെയർ, വെല്ലസ് ഹെയർ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ കട്ടി കുറഞ്ഞ ഹെയറിന് വെല്ലസ് ഹെയർ എന്ന് പറയും. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയറിന് ടെർമിനൽ ഹെയർ എന്ന് പറയും. അപ്പോൾ സാധാരണ ഉണ്ടാകുന്നത് ഈ ടെർമിനൽ ഹെയർ നേർത്ത് കട്ടി കുറഞ്ഞ് വെല്ലസ് ഹെയറായി അവിടെ കഷണ്ടിയാകുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതാണ് കഷണ്ടിയുടെ ഒരു പ്രതിഭാസം. നമ്മുടെ സാധാരണയുള്ള മുടിയുടെ ഞെരുക്കം കുറയുക, ഉള്ളു കാണപ്പെടുക, ഇതൊക്കെ കഷണ്ടിയുടെ ലക്ഷണങ്ങളാണ്. സാധാരണ മെയിൽ പാറ്റേൺ അലോപേഷ്യയ്ക്ക് നമുക്ക് പല ട്രീറ്റ്മെൻറ്റുകളുമുണ്ട്. നമുക്ക് മെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയുമ്പോൾ മുടി ഇങ്ങനെ നെറ്റിയുടെ പാർശ്വങ്ങളിൽ നിന്ന് ഉള്ളിലേക്ക് ഉൾവലിയുകയും തലയുടെ ഉച്ചി ഭാഗത്ത് കഷണ്ടി ഉണ്ടാവുകയും ഇങ്ങനെയൊക്കെയാണ് സാധാരണ അത് പ്രത്യക്ഷപ്പെടുന്നത്. മെയിൽ പാറ്റേൺ അലോപേഷ്യ പോലെ തന്നെയാണ് സ്ത്രീകളിൽ വരുന്നതിന് ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ എന്ന് പറയും. അതിൽ സാധാരണ വരുന്ന ഈ വകുപ്പെടുക്കുന്ന ഭാഗങ്ങളിൽ മുടിയുടെ ഞെരുക്കം കുറയുകയും സാധാരണ തലയുടെ ഉള്ള് നമ്മൾ കാണപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ തല പാർട്ടീഷൻ ലൈനിൽ ഡിഫ്യൂസ് അലോപേഷ്യ എന്നാണ് അതിന് പറയപ്പെടുന്നത്. ആ ഏരിയയിലെ തിക്നെസ് വളരെ കുറഞ്ഞ് നേർത്ത് വരാറുണ്ട്. ഇതാണ് ഫീമെയിൽ അലോപേഷ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ മെയിൽ പാറ്റേൺ ആയാലും ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ ആയിരുന്നാലും നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ പറയുമ്പോൾ മെയിനായിട്ട് മോഡേൺ മെഡിസിനിൽ നമുക്ക് മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതിനകത്ത് നമ്മൾ മിനോക്സിഡിൽ പോലുള്ള സൊല്യൂഷൻസ് തലയിൽ പുരട്ടുവാൻ, അതുപോലെ ചില വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയ ടാബ്ലറ്റ്സുകൾ കഴിക്കുക. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയുവാനും പുതിയ മുടി നന്നായിട്ട് കിളിർത്ത് വരുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഈ മിനോക്സിഡിൽ പോലുള്ള സൊല്യൂഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മുടി വളർച്ച നല്ല ഫലപ്രദമായിട്ട് കാണാറുണ്ട്. എന്നാൽ നിർത്തുമ്പോൾ കുറച്ച് മുടി പൊഴിയുന്നതായിട്ട് കാണാറുണ്ട്. പലരും വളരെ വിഷമിച്ച് നമ്മുടെ അടുത്ത് വരാറുണ്ട്, ഡോക്ടറെ മരുന്ന് ഉപയോഗിച്ച സമയത്ത് മുടി പൊഴിച്ചിലില്ലായിരുന്നു, ഇപ്പോൾ പൊഴിയുന്നു. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വൈറ്റമിൻ്റെ കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഡിഫിഷ്യൻസി അല്ലെങ്കിൽ ഹോർമോണിൻ്റെ എക്സസ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ മുടി പൊഴിച്ചിലുണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവിടെ വൈറ്റമിൻ ഡിഫിഷ്യൻസി ഇല്ലാണ്ടാക്കുന്നു, നമ്മുടെ ഡിഫക്റ്റുകൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സാധാരണ മുന്നിലെക്കാട്ടി വളരെ ഫലപ്രദമായിട്ട് മുടി വളർന്നു വരാറുണ്ട്. എന്നാൽ ആ സപ്പോർട്ട് നമ്മൾ പിൻവലിക്കുമ്പോൾ മുടി പൊഴിയുന്നതായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, അത് ചെയ്യുന്ന കാലത്ത് ചെടി നന്നായിട്ട് വളരുന്നു, അത് നിർത്തുമ്പോൾ ചെടി പൊഴിഞ്ഞു പോകുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു 3 മാസം മരുന്ന് ഉപയോഗിച്ചാൽ ജീവിതകാലം മുടി വളരും എന്ന് പ്രതീക്ഷിക്കുന്നത് ശരിക്കും ഒരു അബദ്ധ ധാരണയാണ്. മുടി പൊഴിച്ചിലിന് ഈ പറഞ്ഞ മെഡിക്കൽ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് പുതുതായിട്ടുള്ള 2 ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഒന്ന് മീസോതെറാപ്പി എന്ന് പറയും. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലത്തെ ലെയർ അല്ലെങ്കിൽ മീസോഡേം എന്ന് പറയുന്ന ഭാഗത്തേക്ക് ചില മരുന്നുകൾ കുത്തിവയ്ക്കുന്ന ചികിത്സാ രീതിയാണ് മീസോഡേം എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചില കെമിക്കലുകളും മരുന്നുകളുമൊക്കെ ഇന്ന് വരുന്നുണ്ട്. ഇത് ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തല വൃത്തിയാക്കി തല ക്ലീൻ ചെയ്ത്, തലയുടെ ഭാഗത്ത് ചെയ്യുമ്പോൾ തല ക്ലീൻ ചെയ്ത് അവിടെ ആദ്യം നമ്മൾ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രീം പുരട്ടി ഏതാണ്ട് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വയ്ക്കും. അപ്പോൾ ആ സ്കിന്നിൽ നമ്മൾ ഇതിനു വേണ്ടി സാധാരണ ഇഞ്ചെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ഡെർമാ റോളർ എന്ന് പറയുന്ന വേറൊരു നീഡിൽ ഉപയോഗിച്ച് തലയിൽ നേർത്ത സുഷിരം പോലെ ഉണ്ടാക്കിയിട്ട് ഈ മരുന്ന് മസാജ് ചെയ്ത് ഇറക്കുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മളിത് ആഴ്ചയിലൊരിക്കൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ചെയ്യാം. ആദ്യത്തെ ഒരു 2-3 മാസം അതിനൊരു ഫലം കാണുന്നത് വരെ ആഴ്ചയിലൊരിക്കൽ ചെയ്തതിന് ശേഷം പിന്നെ മാസത്തിലൊരിക്കൽ ചെയ്താൽ മതിയാവും. വളരെ ഫലപ്രദമായ റിസൾട്ട് ഇത് തരാറുണ്ട്. മീസോതെറാപ്പി അല്ലാതെ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. നമ്മുടെ ഹോൾ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നൊരു സെല്ലുണ്ട്. അതിലെ പ്ലേറ്റ്ലെറ്റും പ്ലാസ്മയും അടങ്ങുന്ന ഒരു ഭാഗത്തിന് സെപ്പറേറ്റ് ചെയ്യും. നമ്മുടെ സാധാരണ ഈ PRP എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് നമ്മുടെ ആ പേഷ്യൻ്റെ വിളിച്ച് അവരുടെ കൺസെൻറ്റ് ലെറ്ററൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവരുടെ തല ആദ്യം
ക്ലീൻ ചെയ്ത് എസെപ്റ്റിക് ആക്കി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തലയിൽ ആദ്യം ഒരു അനസ്തറ്റിക് ക്രീം പുരട്ടി വയ്ക്കും. അത് ഏതാണ്ട് 1 മണിക്കൂറോളം വയ്ക്കുമ്പോൾ ആ ഏരിയയ്ക്ക് ഒരു ചെറിയ നംനെസ് ഉണ്ടാകും. വേദന കുറച്ചൊരു പരിധിവരെ കുറയ്ക്കുവാൻ ഈ ക്രീം സഹായിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ പേഷ്യൻ്റെ ബ്ലഡ് ഒരു 10 cc ബ്ലഡ് വിഡ്രോ ചെയ്യും. ആ വിഡ്രോ ചെയ്യുന്ന ബ്ലഡിനെ ഒരു സിറിഞ്ചിലാക്കി അതിനെ സെൻട്രിഫ്യൂജിൽ വെച്ച് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന ആ ഘടകത്തിന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇതിന് ഏതാണ്ട് നമുക്കൊരു അരമണിക്കൂർ വരെ സമയമെടുക്കും. 1-2 ആവർത്തി ഇത് ചെയ്താലേ ഈ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റഡായി വരാറുള്ളൂ. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വരുന്ന പ്ലേറ്റ്ലെറ്റിന് മറ്റ് ചില കെമിക്കലുകളുടെ സഹായത്തോടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന പ്ലേറ്റ്ലെറ്റ് വളരെ ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ചാൽ ലൈവ് പ്ലേറ്റ്ലെറ്റ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരുപാട് നേരം കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ ക്രീം പുരട്ടി വച്ചിരിക്കുന്ന തല വീണ്ടും ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ആ ഭാഗത്തേക്ക് ഒന്നുകിൽ ഇഞ്ചെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡെർമാ റോളർ ഉപയോഗിച്ച് മസാജ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നീഡിൽ റോളർ ഉപയോഗിച്ച് ഈ പ്ലേറ്റ്ലെറ്റ്സ് റിച്ച് പ്ലാസ്മ സൊല്യൂഷൻ നമ്മുടെ തലയിലേക്ക് മസാജ് ചെയ്ത് ഇറക്കുക അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ആ പേഷ്യൻ്റെ അടുത്ത് അന്ന് തല വാഷ് ചെയ്യരുതെന്നാണ് പറയാറുള്ളത്. അന്നത്തെ ദിവസം ആ സൊല്യൂഷൻ തലയിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഏതാണ്ടൊരു 6 to 12 hours ഇത് തലയിൽ കിടക്കുന്നതാണ് എപ്പോഴും ഉചിതം. പിറ്റേ ദിവസം നമുക്ക് സാധാരണ പോലെ തല കഴുകാം, ഷാമ്പൂ ഇടാം. എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ നമുക്ക് ഈ മറ്റുള്ള സൊല്യൂഷൻസും വൈറ്റമിൻ ഗുളികകളൊക്കെ കഴിക്കുന്നത് ഉചിതമായിരിക്കും. പ്ലേറ്റ്ലെറ്റ് PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീസോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് വളരെ നേരിയ തോതിലുള്ള ഒരു ചെറിയ വേദന ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമ്മൾ നേരത്തെ ഇടുന്ന ക്രീമുകൾ സഹായിക്കും. ചെറിയ തോതിലുള്ള ചുവന്ന റെഡ്നെസ് അല്ലെങ്കിൽ എർത്തിമ, ചെറിയ തോതിലുള്ള നീര്, ഇതെല്ലാം ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് തലയിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും പലർക്കും അത് വളരെ സഹിക്കാൻ പറ്റുന്ന വേദനയും നീരും ഒക്കെ ഉണ്ടാവാറുള്ളൂ. ആരും ഇത് കാരണം അടുത്ത മാസം ചെയ്യാൻ മടി കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ സഹിക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കെയറോ പ്രീ ട്രീറ്റ്മെൻറ്റ് കെയറോ അത്യാവശ്യമായിട്ടൊന്നും ഇല്ലാത്ത, നേരെ മറിച്ച് അതുപോലെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ PRP ചെയ്യുന്നതിന് മുമ്പ് കുറേ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനോ ഒന്നും തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടില്ല എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യമാണ്. ഈ പ്ലേറ്റ്ലെറ്റിൽ ഒത്തിരി ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സും സൈറ്റോകൈൻസ് എന്നൊക്കെ പറയുന്ന കെമിക്കൽസും ഒക്കെ അടക്കിയിരിക്കുന്നതാണ് ഈ പ്ലേറ്റ്ലെറ്റിൽ. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് മുടിയുടെ തഴച്ചു വളരുവാനും മുടിയുടെ സ്റ്റേജ് ആനജൻ ഫേസിലോട്ട് കൊണ്ടുവരുവാനും മുടിക്ക് കൂടുതൽ ശക്തിയുള്ള തിളക്കമുള്ള മുടി ഉണ്ടാകാനും പുതിയ മുടി കൂടുതലായിട്ട് ഉണ്ടായി വരുവാനുമൊക്കെ ഈ പ്ലേറ്റ്ലെറ്റ് തെറാപ്പി ഒരു പരിധിവരെ നമ്മളെ സഹായിക്കാറുണ്ട്. പലപ്പോഴും ഇതൊരു മോണോതെറാപ്പി ആയിട്ടല്ല, മറ്റ് വൈറ്റമിൻസും മിനോക്സിഡിൽ പോലുള്ള സൊല്യൂഷൻസ്, ഇപ്പം മിനോക്സിഡിൽ മാത്രമല്ല നമുക്ക് മെഡിക്കൽ ലൈനിലുണ്ടാകും ചില എന്താ പറയുക കപ്പാക്സിൽ എന്നൊക്കെ പറയുന്ന പെപ്റ്റൈഡ്സുകൾ, ചില ഹെയർ സിറം, ഇങ്ങനെയുള്ളതെല്ലാം ഇന്നിപ്പോൾ ലെവലുണ്ട്. അപ്പോൾ മിനോക്സിഡിൽ അലർജി ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. അപ്പോൾ അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശം തരുവാൻ സാധിക്കും. അദ്ദേഹത്തിന് നിങ്ങളുടെ കണ്ടീഷൻസ് അനലൈസ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഹെയർ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുടിയുടെ ആ തിക്നെസ്സും ഞെരുക്കവും നമ്പറും അതിന് മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന ചികിത്സ തരുവാൻ ഒരു ത്വക്ക് രോഗ വിദഗ്ധന് സാധിക്കും. അപ്പോൾ ഈ PRP ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ PRP മാസത്തിലൊരു ആവർത്തിയാണ് ചെയ്യാറുള്ളത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള PRP കിറ്റ് കിട്ടുന്നുണ്ട്. ഇത് മാസത്തിലൊരു ആവർത്തി ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 6 months ഒക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി പൊഴിച്ചിൽ കുറയുന്നതായിട്ടും പുതുതായിട്ട് ഒത്തിരി മുടി വളരുന്നതായിട്ടും ഞെരുക്കം കൂടുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയാറുണ്ട്. അതൊരു 6 മാസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ 1 സിറ്റിങ്ങോ 2 സിറ്റിങ്ങോ ഒരു മെയിൻ്റനൻസ് ആയിട്ട് ചെയ്താൽ മതിയാവും. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ചികിത്സാ രീതിയാണ് PRP. ഇന്ന് പലപ്പോഴും ഈ PRP എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതിനകത്ത് നമ്മൾ ആ പ്ലേറ്റ്ലെറ്റിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് തലമുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, സയൻസിന് ഒത്തിരി കാര്യങ്ങളിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഉപയോഗം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുഖത്ത് ചുളിവുകളുണ്ടെങ്കിൽ അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മുഖത്തെ ചുളിവ് കുറയും. ഉണങ്ങാത്ത മുറിവ്, നോൺ ഹീലിംഗ് അൾസേഴ്സ് ആണെങ്കിൽ അതിൽ ഇഞ്ചെക്റ്റ് ചെയ്താൽ മുറിവ് ഉണങ്ങും. ഈവൻ പല്ല് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് PRP സൊല്യൂഷൻ ഒഴിക്കണമെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യും എന്ന് പറയപ്പെടുന്നു. ഒരുപാട് ഇൻഡിക്കേഷൻസാണ് പുതുതായിട്ട് പ്ലേറ്റ്ലെറ്റ് PRPക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുടി നമ്മൾ തലയിൽ പിൻഭാഗത്ത് നിന്ന് എടുത്ത് മുന്നിൽ വയ്ക്കുന്ന സമയത്ത് അത് PRPയിൽ മുക്കി വെച്ചാൽ അതിന് കുറച്ചുകൂടെ ശക്തി ഉണ്ടാകും, കുറച്ചുകൂടെ നന്നായിട്ട് വളരും എന്ന് പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ PRP വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്.